ശരീരം പാഞ്ചഭൗതികമാണ് എന്ന് സമഗ്രമായി സങ്കല്പിച്ചിരിക്കുന്നതിനാൽ, അതായത് 1 അംശബന്ധം 2, 2 അംശബന്ധം 3, 3 അംശബന്ധം 4, 4 അംശബന്ധം 5 എന്നിങ്ങനെ ആകാശം മുതൽ പൃഥിവീ തത്വം വരെയുള്ള പാഞ്ചഭൗതിക തത്വങ്ങളുടെ സവിശേഷമായ സമവായത്താൽ നിർമ്മിതമാണ് ശരീരം എന്ന ഒരു താത്വിക സങ്കല്പം ഉള്ളതിനാൽ ഈ പാഞ്ചഭൗതിക വസ്തുക്കൾ അവയുടെ അംശപാദത്തിൻ്റെ അനുപാതത്തിൻ്റെ ക്രമം തെറ്റിച്ച് ചിലരിൽ സംയോജിക്കും. അത്തരം സമവായങ്ങളുണ്ടാകും. അവരാണ് ആരോഗ്യമില്ലാത്തവരായി കാണുന്നത്. അപ്പോൾ അതിന് ഈ പഞ്ചഭൂതങ്ങളിലെ ഏത് തത്വത്തിൻ്റെ അനുപാതമാണോ തെറ്റിയിരിക്കുന്നത്, ആ തത്വം അടങ്ങിയിരിക്കുന്ന വസ്തു എന്നാൽ സസ്യമോ മൃഗമോ അതിനെ പരിഹരിക്കാൻ സഹായിക്കും. ഇപ്പോൾ അഗ്നിതത്വം അടങ്ങിയിട്ടുള്ള ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികൾ ചേർന്ന കഷായം അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് അതിനെ കുറേ പരിഹരിക്കാൻ സാധിക്കും. അതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന്. അതിനെ ആസ്പദമാക്കിയാണ് ഈ പാഞ്ചഭൗതിക വസ്തുക്കളുടെ വിശേഷ അനുപാതക്രമത്തിലുള്ള സമവായത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആയുർവേദത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പം അത്തരം ആയുർവേദ വിധികൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പൊതുവെ മനുഷ്യരുടെ സമവായത്തിൽ, നിർമ്മാണ സമവായത്തിൽ ഉണ്ടായിരിക്കുന്ന ന്യൂനതകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ഇതൊന്നും അതിന് പൂർണ്ണമായ പരിഹാരമല്ല. ഇപ്പോൾ ആയുർവേദ ചികിത്സ നടത്തിയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സ നടത്തിയിട്ട് രോഗത്തിന് കുറവ് കാണുന്നില്ലെങ്കിൽ ആ രോഗത്തിൻ്റെ കാരണങ്ങളുടെ അന്വേഷണത്തിലേക്ക് മറ്റൊരു ശാസ്ത്രത്തെ കടത്തിവിടുന്ന ഒരു സമ്പ്രദായം പണ്ട് ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആയുർവേദം ഉപദേശിച്ചിരിക്കുന്ന മരുന്ന് കൊടുത്തിട്ട് ആ മരുന്ന് കഴിക്കുന്ന രോഗിക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസം കാണുന്നില്ലെങ്കിൽ ജന്മപരമായി ഇതിൻ്റെ കാരണം എന്താണെന്നറിയാൻ ശാസ്ത്രമാണെന്ന് ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലാത്ത ജ്യോതിഷത്തെ ഇതിലേക്ക് അനുവർത്തിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഗ്രഹനില നോക്കും. ആ വ്യക്തിയോട് ജാതകമുണ്ടെങ്കിൽ അയാളുടെ ഗ്രഹനില നോക്കിയിട്ട് ഏത് ഗ്രഹത്തിൻ്റെ പിഴവ് കൊണ്ടാണ് അയാൾക്ക് ഈ രോഗമുണ്ടായിരിക്കുന്നത് എന്ന് അന്വേഷിക്കും. അപ്പോൾ സൗരയൂഥത്തെയും കൂടി, സൗരയൂഥവും പാഞ്ചഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമാണ്. അപ്പോൾ സൗരയൂഥത്തെയും കൂടി ഈ രോഗനിർണയത്തിന് വിധേയമാക്കും. അങ്ങനെയൊരു സമ്പ്രദായമുണ്ട്. അതിൻ്റെ ഗ്രന്ഥത്തിൽ ഈ രണ്ട് ശാസ്ത്രത്തെയും കൂടി സമന്വയിപ്പിച്ച് മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ രണ്ട് ശാസ്ത്രങ്ങളെയും കൂടി ചേർത്ത് രചിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വീരസിംഹാവലോകനം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ന വൈദ്യ പ്രഭുരായുഷ, വൈദ്യൻ ആയുസിൻ്റെ പ്രഭുവല്ല. അപ്പോൾ വൈദ്യശാസ്ത്രം കൊണ്ട് താൽക്കാലിക പരിഹാരമല്ലാതെ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിൻ്റെ ആരംഭം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വലിയ രോഗങ്ങൾക്ക് ചികിത്സയൊന്നുമില്ല. രോഗങ്ങൾ പരിധിയിൽ കവിഞ്ഞ് വ്യക്തിയെ കീഴടക്കിയാൽ ആ വ്യക്തി മരിക്കുക തന്നെ ചെയ്യും. ആരെന്തെല്ലാം മരുന്നുകൾ കൊടുത്താലും വെന്റിലേറ്ററിലിടാം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും അത്തരം സംവിധാനങ്ങളുണ്ടായാൽ അതിനകത്ത് കുറേ നാൾ വെച്ച് ജീവിപ്പിക്കാം എന്നൊക്കെ അല്ലാതെ ജീവിതം ഇല്ലാതെയാവുക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രഖ്യാപനം. ഇതിലെ ഈ വീരസിംഹാവലോകനം എന്ന് പറയുന്ന കൃതിയിലെ ആദ്യത്തെ പ്രഖ്യാപനം വളരെ അർത്ഥവത്തായ, വലിയ മഹത്വം ഉൾക്കൊള്ളുന്ന, വലിയ ഉൾക്കാഴ്ച ഉൾക്കൊള്ളുന്ന ഒരു ഉപോദ്ഘാതമാണത്, തുടക്കമാണത്. ന വൈദ്യ പ്രഭുരായുഷ, വൈദ്യൻ വിചാരിച്ചാൽ ഒരു വ്യക്തിക്ക് ജീവിതം കൊടുക്കാൻ, ആയുസ് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചകൾ അതിൻ്റെ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് അംഗീകരിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ജീവിതമെന്നത്
ഈ പാഞ്ചഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഔഷധങ്ങൾ നിലനിർത്തുകയില്ല. യേഷാം ഭൂതാനാം പൃഥിവീരസഃ പൃഥിവ്യാം ആപോരസഃ എന്ന് തുടങ്ങുന്ന ഒരു വിശ്വദർശനം, ഒരു പ്രപഞ്ച ദർശനമുണ്ട്. യേഷാം ഭൂതാനാം പൃഥിവീരസഃ. ഈ കാണുന്ന ഭൂതങ്ങൾക്കെല്ലാം പൃഥിവിയാണ് രസം, പൃഥിവി ഭൂമി. അപ്പോൾ ഈ ഭൂമി തത്വം കൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. യേഷാം ഭൂതാനാം പൃഥിവീരസഃ പൃഥിവ്യാം ആപോരസഃ. പൃഥിവിയുടെ രസം, അതായത് ഭൂമിയുടെ ആത്മാവ്, രസം വെച്ചാൽ ആത്മാവ്, ഭൂമിയുടെ ആത്മാവ് അല്ലെങ്കിൽ ഭൂമിയുടെ ആത്മാവ് ജലമാകുന്നു. ഇതാണ് ജലത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ പരിസ്ഥിതി ശാസ്ത്രം വന്നത് കണ്ടോ? പരിസ്ഥിതി ശാസ്ത്രത്തിന്, അതായത് ഇക്കോളജിക്ക് വേദത്തിലെ പേര് ഓഗസ്തന്ത്ര എന്നാണ്. ഓഗസ്തന്ത്രം, ഓഗസ് എന്ന് വെച്ചാൽ പരിസരം, പരിസരത്തെ സംബന്ധിക്കുന്ന പഠനം. ഇത് വേദത്തിലെ വിശദമായി ചർച്ച ചെയ്തിട്ടില്ലാത്ത പക്ഷേ സൂചിപ്പിച്ചു വിടുന്ന അനേകം വിഷയങ്ങളിലൊന്നാണ്. വേദത്തിലത് സന്ദർഭം വന്നപ്പോൾ സൂചിപ്പിക്കുന്നതാണ്. വേദം ഒരു പരിസ്ഥിതി ശാസ്ത്രമല്ല. അപ്പോൾ വേദത്തിൽ അങ്ങനെ സൂചിപ്പിക്കണമെങ്കിൽ പരിസ്ഥിതിയെ സംബന്ധിച്ച് നമ്മുടെ ഋഷിമാർക്ക് എത്ര സൂക്ഷ്മമായ ജ്ഞാനമാണ് ഉണ്ടായിരുന്നത് എന്നതിൽ നിന്ന് ഗ്രഹിക്കാം. ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ മന്ത്രത്തിൽ ഛാന്തോഗ്യോപനിഷത്തിലുള്ളതാണ്. യേഷാം ഭൂതാനാം പൃഥിവീരസഃ. ഈ ഭൂതങ്ങൾക്കെല്ലാം, ഈ ജീവജാലങ്ങൾക്കെല്ലാം ആത്മാവായിട്ട് വർത്തിക്കുന്നത് ഭൂമിയാണ്. പൃഥിവ്യാം, ഈ ഭൂമിക്ക് ആപോരസഃ. ഭൂമിയുടെ ആത്മാവ് ജീവൻ, അല്ലെങ്കിൽ ഭൂമിയുടെ ജീവിതം തന്നെ ജലമാണ് എന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്തായ ഒരു പറച്ചിലാണ്. ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായ തത്വം കാലം നിർണയിക്കാൻ വയ്യാത്ത ഒരു ഗതകാലത്തിൽ നമ്മുടെ മഹർഷിമാർ ചിന്തിച്ച് നമുക്ക് അത് പാലിക്കാൻ വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. നാം അത് അറിയുന്നുമില്ല, നാം അത് പാലിക്കുന്നുമില്ല എന്നത് വേറെ കാര്യമാണ്. എന്നിട്ട് ഇതെന്തോ ഒരു പുതിയ ശാസ്ത്രമാണെന്നുള്ള നിലയിൽ നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ജലസമ്പത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനമായ ആളുകളുടെ ഒരു ആഹ്വാനം. സംരക്ഷിക്കുന്നില്ലെങ്കിലും പൃഥിവ്യാം ആപോരസഃ അപാം ഓഷധയോരസഃ. ഈ ആപസ്സുകൾക്ക്, അതായത് ജലത്തിന്, ഓഷധയോരസഃ, ഓഷധികളാണ് അതിൻ്റെ ആത്മാവ്, ചെടികൾ. അപ്പോൾ ചെടികൾ നിലനിന്നാലേ എന്ത് നിലനിൽക്കൂ? ഭൂമിയിൽ ജലം നിലനിൽക്കും. മഴ പെയ്യുന്ന ജലം നിലനിൽക്കണമെങ്കിൽ ഈ ചെടികൾ നിലനിൽക്കണം. ഓഷധീനാം പുരുഷോരസഃ പുരുഷസ്യ വാഗ്രസഃ വചാം ഋഗ്രസഃ ഋജസാമ്നോരസഃ സാമ്നഃ ഉദ്ഗീതോരസഃ. ഒരു സമഗ്രമായ പ്രപഞ്ച ദർശനം എത്ര ലളിതമായിട്ട് ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം ബോധ്യപ്പെടുമ്പോൾ നാം അത്ഭുതപ്പെടും. അതിഗംഭീരമാണത്. എത്ര വലിയ വ്യാഖ്യാനങ്ങൾ കൊടുത്താലും തീരുകില്ലാത്ത വിധത്തിൽ ആ മന്ത്രത്തിൽ നിന്ന് അർത്ഥങ്ങൾക്ക് പുറമേ അർത്ഥങ്ങൾ, ഭാവങ്ങൾക്ക് പുറമേ ഭാവങ്ങൾ, തത്വങ്ങൾക്ക് പുറമേ തത്വങ്ങൾ അനുരണനം ചെയ്ത് പ്രതിധ്വനിച്ച് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ നാം അതിനെ സമീപിക്കണം. നാം ആ മന്ത്രത്തിൽ ധ്യാനം ചെയ്യണം. ഒരു മഹത്തായ കോസ്മോളജി, ഒരു സമഗ്രമായ കോസ്മോളജി, എ പെർഫെക്റ്റ് കോസ്മോളജി ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദാറ്റ് മന്ത്രം. നമുക്ക് ഊറ്റിയെടുക്കാം, അതിനകത്ത് പിഴിഞ്ഞെടുക്കാം, നമുക്ക് കറന്നെടുക്കാം ആ മന്ത്രത്തിൽ നിന്ന്. നമ്മുടെ പ്രാചീനമായ ഒരു പ്രപഞ്ച ദർശനമാണല്ലോ കോസ്മോളജി. ഒരു പ്രാചീനമായ കോസ്മോളജി ആധുനിക ജീവിത പരിതസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ഉപയുക്തമായ ഒരു കോസ്മോളജി, ഒരു പ്രപഞ്ച ദർശനം, ഒരു പ്രപഞ്ച ശാസ്ത്രം നമുക്ക് ഈ മന്ത്രത്തിൽ നിന്ന് കറന്നെടുക്കാം. ഏറ്റവും അവസാനം എവിടെ കൊണ്ടുവന്നാണ് എത്തിക്കുന്നത്? സാമ്ന ഉദ്ഗീതോ രസഃ. ഇതിൻ്റെ എല്ലാം രസമായിട്ട് ഓങ്കാരം നിൽക്കുന്നു എന്നാണ്. എവിടെ നിന്ന് തുടങ്ങി
യേഷാം ഭൂതാനാം പൃഥിവീരസഹ എന്ന് തുടങ്ങിയിട്ട് ഈ സർവ്വജീവജാലങ്ങൾക്കും പൃഥിവി ഭൂമി ആത്മാവാകുന്നു എന്ന് തുടങ്ങിയിട്ട് അതെവിടെ വന്ന് അവസാനിക്കുന്നു? ആ പ്രപഞ്ച സങ്കല്പത്തിൻ്റെ അന്ത്യബിന്ദു ഓങ്കാരത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. വ്യാഖ്യാനിച്ചാൽ തിരിയില്ലാത്ത വിധത്തിൽ അർത്ഥബാഹുല്യമുള്ള ബഹു അർത്ഥതല സുഘടിതമായ ഒരു പ്രപഞ്ച ദർശനമാണത്. ഓരോരുത്തർക്കും അവനവൻ ആവശ്യമുള്ളത് കറന്നെടുക്കാം, അവനവൻ്റെ ബുദ്ധിക്ക് ആവശ്യമുള്ളത് കറന്നെടുക്കാം, അവനവൻ കൊണ്ടുചെല്ലുന്ന ബുദ്ധിയുടെ പാത്രത്തിൽ കൊള്ളുന്നത്ര കറന്നെടുക്കത്തക്ക വിധത്തിൽ ആശയ സമ്പുഷ്ടമാണ്, ആശയ ഘനീഭൂതമാണ്, തത്വബഹുലമാണ് ആ മന്ത്രം. സാധാരണ അത് വ്യാഖ്യാനിച്ച് പോകുമ്പോൾ വെറുതെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണം. അതാര് വ്യാഖ്യാനിക്കണം? ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കണം. സന്യാസിമാർ വ്യാഖ്യാനിച്ചാൽ പോരാ. ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ട് അത് വ്യാഖ്യാനിക്കണം. ശാസ്ത്രജ്ഞന്മാരെ സംസ്കൃതം പഠിപ്പിച്ചിട്ട് അത് വ്യാഖ്യാനിക്കണം. അതിലെനിക്ക് വെറുതെ സാമ്പ്രദായികമായ ഒരർത്ഥം പറച്ചിലായി പോകും. അങ്ങനെ ഒരു സാമ്പ്രദായികമായ അർത്ഥം പറച്ചിലല്ലാതെ അത് ഏറ്റവും ഗഹനമായ, ഏറ്റവും അർത്ഥപുഷ്ടമായ, ആശയ സുഘടിതമായ, എത്ര കറന്നാലും കറവ വറ്റാത്ത ഒരു ആശയത്തിൻ്റെ നിത്യസ്രോതസ്വിനിയാണ് ആ മന്ത്രം. അപ്പോൾ വലിയ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ നാസയിലും നമ്മുടെ ISROയിലും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർ, ഊർജ്ജതന്ത്രം പഠിച്ചിട്ടുള്ള, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ഗണിതശാസ്ത്രന്മാരും ഊർജ്ജതന്ത്രജ്ഞന്മാരും ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരും ഇരുന്ന് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. അത് അങ്ങനെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതിനേക്കാൾ നല്ല വാക്ക് എന്താണ്? കറന്നെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കറന്നാൽ തീരാത്ത കറവയുള്ള ഒരു പയസ്വിനിയായി, നിത്യപയസ്വിനിയായി, ശാശ്വത പയസ്വിനിയായി, ശാശ്വത ആശയദായിനിയായി നിലനിൽക്കുന്നു ഈ മഹാമന്ത്രം. നമുക്കതിലൊന്നും ശ്രദ്ധയില്ല. നമുക്ക് തൽക്കാലത്തെ അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോകണം എന്നത് മാത്രമാണ് നാം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ വീരസിംഹാവലോകനം എന്ന കൃതിയിൽ വൈദ്യപ്രഭുരായുഷ, വൈദ്യൻ വളരെ നിസ്സാരനായ ഒരു ജീവിയാണ്. വൈദ്യന് ഇതിലൊക്കെ സാമാന്യമായ അറിവേ ഉള്ളൂ. അതുകൊണ്ട് ഈ വൈദ്യനായ ഞാൻ ഈ എഴുതുന്ന കൃതി താൽക്കാലികമായ ഒരു പരിഹാരത്തിന് മാത്രമേ ഉതകൂ എന്ന് ധ്വനിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ ഒരു മഹാജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനപൂർണതയിൽ വീരസിംഹൻ്റെ അവലോകനമായതുകൊണ്ടാണ് അതിന് വീരസിംഹാവലോകനം എന്ന് പേര് വന്നത്. ഗ്രന്ഥകർത്താവിൻ്റെ പേരാണ് വീരസിംഹൻ. ഈ നിസ്സാര ജീവിയായ വീരസിംഹനായ ഞാൻ ആദ്യം തന്നെ എൻ്റെ അറിവില്ലായ്മ സമ്മതിക്കുന്നു. ആ അറിവില്ലായ്മയുടെ പ്രഖ്യാപനമാണ് എന്ത്? വൈദ്യ പ്രഭുരായുഷ, ആയുസിൻ്റെ ജീവിതത്തിൻ്റെ പ്രഭുവല്ല വൈദ്യൻ എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് താൽക്കാലികമായ പരിഹാരമുണ്ട്, താൽക്കാലികമായി പരിഹരിക്കുകയും ചെയ്യാം. ഒരു പരിധിവരെ നമുക്ക് അത് നിറവേറ്റുകയുമാവാം. പക്ഷേ ജന്മസിദ്ധമായി തന്നെ പ്രതിഭ കിട്ടിയിരിക്കണം. എങ്കിലേ എന്ത് ശരിയാവൂ? വിദ്യാഭ്യാസം ശരിയാവും. അത് ജന്മസിദ്ധമായ പ്രതിഭയുള്ള ആളായിരുന്നു ആര്? അർജുനൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് എന്ന് ഊഹിക്കത്തക്ക വിധത്തിൽ അർജുനന് പ്രജ്ഞാപരമായ ഔന്നത്യം ഉണ്ടായിരുന്നു. അങ്ങനെ സാധിക്കുന്നതാണ്. ഒരു ഗ്രന്ഥത്തിൻ്റെ ആദ്യം വായിച്ചു നോക്കിയാൽ, അതിൻ്റെ അവതാരിക വായിച്ചു നോക്കിയാൽ അതിലെന്തെല്ലാം നല്ലപോലെ അവതാരിക എഴുതിയതാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുഖവരയിൽ നല്ലപോലെ എഴുതിയ ശാസ്ത്രീയമായി എഴുതിയ മുഖവരയാണെങ്കിൽ ആ മുഖവര വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതേതെല്ലാം വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രതിപാദിക്കുമ്പോൾ അതിൽ ഏതേതെല്ലാം തത്വങ്ങൾ പ്രപഞ്ചനം ചെയ്യപ്പെടും എന്ന് നമുക്ക് ഊഹിക്കാവുന്നത് പോലെ ആചാര്യൻ ഒരു തത്വം പറയുമ്പോൾ അതിൻ്റെ ഉപതത്വമായിട്ട് വരുന്നതും അതിൻ്റെ ഉപരിതത്വമായിട്ട് വരുന്നതും എന്താണെന്ന് ഊഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അർജുനൻ ജനിക്കുന്ന സമയത്ത് ഇവൻ സർവ സദ്ഗുണ സമ്പൂർണനായിരിക്കും എന്നായിരുന്നു ആ ശരീരം. അതിവിടെ ആ ശരീരി അർജുനൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി കണ്ടു. അർജുനൻ രാത്രിയിലും ആയുധ പരിശീലനം നടത്തുന്നത് കണ്ട് ആശ്ലേഷിച്ച് മൂർധാവിൽ മുകർന്നു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ ആർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടില്ലാത്ത, എൻ്റെ മകന് മാത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള, അശ്വത്ഥാമാവന് മാത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള അത്ഭുതകരമായ ഒരു ആയുധവിദ്യയുണ്ട്. ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണത്. പക്ഷേ ആ വിദ്യ നശിച്ചു പോകാതിരിക്കാൻ അത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും അത്
പ്രപഞ്ചത്തിനെതിരെയോ മനുഷ്യനെതിരെയോ സൈന്യത്തിനെതിരെയോ പ്രയോഗിക്കുകയില്ല എന്ന് നീ സത്യം ചെയ്യുന്ന പക്ഷം ഞാൻ നിനക്കത് ഇപ്പോൾ ഉപദേശിച്ചു തരുന്നതാണ്. അതിനെനിക്ക് പ്രത്യേകം ഗുരുദക്ഷിണയും വേണം. അപ്പോൾ ദ്രോണരോടുള്ള നിങ്ങളുടെ പ്രതിപത്തിക്ക് അവിടെ സ്ഥാനം വന്നു. പക്ഷെ അത് ആ സ്ഥാനത്താണെന്ന് പിന്നീട് ബോധ്യപ്പെടും. അർജുനൻ ചാടിക്കേറി അതിന് സമ്മതം കൊടുത്തില്ല. കാരണം അർജുനനും പ്രായമായിരിക്കുന്നു. അങ്ങ് ചോദിക്കുന്ന ഗുരുദക്ഷിണ തരാമെന്ന് പറയാനുള്ള കൊടുക്കാനുള്ള വൈമനസ്യം കൊണ്ടല്ല, കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വദാന്യഭാവത്തിൻ്റെ അഭാവം കൊണ്ടല്ല, മറിച്ച് എന്താണ് ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സംശയം കൊണ്ടാണ്. അതിനുള്ള പ്രാപ്തി തനിക്കുണ്ടോ എന്ന സംശയം കൊണ്ടാണ്, അപ്രാപ്തനാണോ എന്നതുകൊണ്ടാണ് ഉടനെ ചാടിക്കരുവെന്നും പറയാഞ്ഞത്. അപ്പോൾ വീണ്ടും ചോദിച്ചു, എന്താ ഗുരുദക്ഷിണയുടെ കാര്യത്തിൽ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ അർജുനൻ വൈഷമ്യത്തോടെ പറഞ്ഞു, അങ്ങ് എന്ത് ഗുരുദക്ഷിണയാണ് ചോദിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ലല്ലോ. എന്തു ഗുരുദക്ഷിണയും എനിക്കുള്ളത് അങ്ങയ്ക്ക് തരാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അങ്ങയേക്കാൾ ഉപരിയായി എനിക്കൊരാളില്ല, എനിക്കൊരാശ്രയമില്ല എന്ന് പറഞ്ഞു. നിനക്ക് തരാവുന്നത് ഞാൻ ചോദിക്കും. അതെങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു കാലത്ത് നാം തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധമോ ഒരു മഹായുദ്ധമോ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ നേരെ ആയുധമെടുക്കാൻ നീ മടിക്കരുത് എന്നുള്ളതാണ് ആ ഗുരുദക്ഷിണ. ഇപ്പോഴോ അതായിരുന്നു ഗുരുദക്ഷിണ. ഇത് മഹാനായ ഒരു സ്രഷ്ടാവിന് മാത്രമേ ഇങ്ങനെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സങ്കല്പിക്കാനൊക്കൂ. ഇതുകൊണ്ടാണ് ഇത് ഒരാൾ എഴുതിയതാണെന്ന് പറയാനുള്ള കാരണം. അല്ലാതെ അനേകം വ്യാസന്മാർ സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ട് എഴുതി കൂട്ടിയതല്ല. ഈ പിന്നെ വീട് തീർപ്പ് ശാലകളിലും മറ്റും അനേകം ആളുകൾ ഇരുന്നുകൊണ്ട് വീട് തീർത്ത് നല്ല രസമാണത് കാണാനായിട്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ വീട് തീർത്ത് കൂട്ടുന്നത് പോലെ അനേകം വ്യാസന്മാർ നിരനിരന്നിരുന്നിട്ട് എഴുതി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് പരമാബദ്ധമാണ്. കാവ്യത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, കാവ്യത്തിൻ്റെ ഗ്രന്ഥികൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, ഇതിഹാസത്തിൻ്റെ വ്യാപകമായി കിടക്കുന്ന ഗ്രന്ഥി സമുച്ചയത്തെക്കുറിച്ച് യാതൊരു വിധത്തിനുമുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കൃതിയുടെ നാഡീസ്പന്ദം മനസ്സിലാക്കാൻ കഴിയണം. വിശേഷിച്ചും ഇതിഹാസത്തിൻ്റെ എവിടെയെല്ലാം അതിൻ്റെ ഗ്രന്ഥികളുണ്ട്, ആ ഗ്രന്ഥികളെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഗ്രന്ഥികളെ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന നാഡീ പടലങ്ങൾക്ക് ഒരു യുക്തി കൊണ്ട് ആ നാഡീ പടലങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ നാഡീ പടലങ്ങളെ യുക്തി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ടോ ആ കൃതിക്ക് എന്ന് അന്വേഷിച്ച് നോക്കണം. ഈ ആത്മാവും ആ ആത്മാവിൽ നിന്ന് ആ കൃതിയുടെ നാഡീബന്ധങ്ങളിലേക്കും ഗ്രന്ഥികളിലേക്കും ഞരമ്പുകൾ വ്യാപിച്ച് ഒരു വികാരത്തിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥ ആ കൃതിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒറ്റയാളിൻ്റെ കൃതിയായിരിക്കും. അപ്പോൾ ചോദിക്കും, പല സംസ്ഥാനങ്ങളിലും മഹാഭാരതത്തിലെ പർവ്വങ്ങളിൽ ശ്ലോകങ്ങളുടെ സംഖ്യ ഒരുപോലെയല്ല. അതെഴുതുമ്പോൾ ചിലർ വിട്ടുകളയും. ചില എഴുത്തുകാർക്ക് പകർത്തി എഴുതുന്ന ആളുകൾക്ക് അവരുടെ അനവധാനത കൊണ്ട് ശ്ലോകങ്ങൾ വിട്ടുപോകാം. അല്ലാതെ പഞ്ചമവേദം എന്ന് വ്യാസൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന, പഞ്ചമവേദം എന്നാണ് മഹാഭാരതത്തെ പറയുന്നത്. എന്താണ്? ഉപനിഷത് ദർശനമാണ് ചർച്ച ചെയ്യുന്നത്. ഉപനിഷത് ദർശനം കഥയായിട്ട് രൂപം മാറിയിരിക്കുന്നതാണ് മഹാഭാരതത്തിൽ. ഒരു ദർശനം കഥയായിരിക്കുകയാണ്, ഒരു ദർശനം കഥയായി അവതരിച്ചിരിക്കുകയാണ്. ദർശനത്തിൻ്റെ അവതാരമാണ്, ഉപനിഷത് ദർശനത്തിൻ്റെ അവതാരമാണ് ആ കഥ. അല്ല, അതൊരു കഥയല്ല. കഥയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉപനിഷത് ദർശനത്തിൻ്റെ ദശാവതാര ഘടിതമായ ഒരു മഹാഘടനയാണ് നാം അതിൽ കാണുന്നത്. അതുകൊണ്ടതിന് ഒരു ഐകരൂപ്യമുണ്ട്. ഇത് പകർത്തി എഴുതുമ്പോഴും പകർത്തി എഴുത്തുകാരൻ്റെ മടി, ഇനിയിപ്പോൾ ഈ ശ്ലോകങ്ങൾക്കൊന്നും ഇതൊന്നും ആവശ്യമുള്ളതായിരിക്കില്ല എന്ന് അവർ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് മാറ്റിവയ്ക്കാം. അനവധാനത കൊണ്ട്, അശ്രദ്ധ കൊണ്ട് തനിയെ വിട്ടുപോകാം. പഞ്ചമവേദം എന്ന് പറഞ്ഞിരിക്കുന്ന വേദം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ തൊട്ട് കളിക്കില്ല. പ്രത്യേകിച്ചും പ്രാചീനന്മാരായ ആളുകൾ
വേദത്തിൽ കയറി ഒരു തിരുത്തരുത്. ഒരു ശ്ലോകം എൻ്റേത് എഴുതി ചേർത്തളയാന്ന് വിചാരിക്കില്ല. വേദങ്ങളെങ്ങനെ അങ്ങനെ എഴുതി ചേർത്തിട്ടില്ല. വേദങ്ങളും എഴുതി ചേർത്തിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം എന്ന് വിൻ്റർനെറ്റ്സും മറ്റും പറഞ്ഞിട്ടുണ്ട്, ഡോയ്സനും പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലുകൊണ്ടൊന്നും കാര്യമില്ല. ബൈബിളിലെ ഓൾഡ് ബൈബിളിനെ കുറിച്ച്, ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ കുറിച്ച് അങ്ങനെ വാദമുണ്ട്. പരമ്പരാഗതമായി കാലത്തിൻ്റെ പുരോഗതി അനുസരിച്ച് അതിൽ കഥകൾ ചേർത്തിരിക്കാം എന്ന് വാദമുണ്ട്. അപ്പോൾ ആ വാദത്തെ അവലംബിച്ചുകൊണ്ടാണ് പൊതുവേ പ്രാചീന കൃതികളിലൊക്കെ പിന്നീട് ജീവിത പുരോഗതി ഉണ്ടായപ്പോഴും ജ്ഞാനത്തിന് പുരോഗതി ഉണ്ടായപ്പോഴും ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടായപ്പോഴും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. വേദത്തെ കൈകഴുകി തൊടണം, നമസ്കരിച്ചിട്ട് വേദപുസ്തകം എടുത്ത് വായിക്കണം എന്ന് വിചാരിക്കുന്ന ഭാരതീയൻ, അതും വേദവ്യാസനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യ പിതാവ്, വേദദർശനങ്ങളുടെ എല്ലാം ആദ്യ പിതാവ് എന്ന് വിചാരിക്കുന്ന ഭാരതീയൻ, അദ്ദേഹം തന്നെ പഞ്ചമവേദം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കൃതിയിൽ ശ്ലോകങ്ങൾ എഴുതി ചേർക്കും, തോന്നിയ പോലെ പർവ്വങ്ങൾ എഴുതി ചേർക്കും, നേരത്തെ ഇല്ലാതിരുന്ന പർവ്വങ്ങൾ തന്നെ എഴുതി ചേർത്തു എന്നൊക്കെ പറയുന്നത് എന്തു തരത്തിലുള്ള അവിവേകമാണെന്ന് നാം അത്ഭുതപ്പെടേണ്ടതാണ്. ഇവിടെ ദ്രോണർ അർജുനനും അശ്വത്ഥാമാവിനും മാത്രമാണ് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ അർജുനന് ഉപദേശിക്കുമ്പോൾ ഏർപ്പെടുത്തിയിരുന്ന നിബന്ധനകൾ, ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണല്ലോ ഉപദേശിച്ചത്. ആ നിബന്ധനകൾ ഗുരുദക്ഷിണയുടെ നമുക്ക് മാറ്റിവെക്കാം. മറ്റ് നിബന്ധനകൾ അശ്വത്ഥാമാവിനും ബാധകമായിരുന്നു. അശ്വത്ഥാമാവിന് കൊടുത്തില്ല, എത്ര നിർബന്ധിച്ചിട്ട്. നിനക്ക് അതിനുള്ള മനപ്പാകമുള്ള ആളല്ല എന്ന് പറയും, അതുകൊണ്ട് തരില്ല. പിന്നെ അവൻ നിർബന്ധിച്ച് ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ആ കാര്യം സാധിച്ചേ മടങ്ങൂ എന്നുള്ള പ്രകൃതക്കാരനാണ് അശ്വത്ഥാമാവ്. ഒരിക്കൽ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് അശ്വത്ഥാമാവ് ചോദിച്ചു, ദ്വാരകയിൽ ചെന്നിട്ടേ, എന്താ ചോദിച്ചു. അപ്പം ഞാൻ കേശവനെ കാണാൻ വന്നതാണ്. പറഞ്ഞോളൂ, കാര്യം എന്താണ്? അതെ, എനിക്ക് ബ്രഹ്മാസ്ത്രം അറിയാം. നല്ലതിനെ ഇരുന്നോട്ടെ, കയ്യിലിരുന്നോട്ടെ. അത് അല്ലാതെ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ തരാം ഈ ബ്രഹ്മാസ്ത്രം. എനിക്ക് വേണമെന്നില്ല ഇപ്പോൾ ബ്രഹ്മാസ്ത്രം, അതിൻ്റെ ഒരു പോരായ്മ ഇപ്പോൾ എനിക്കില്ല, ആവശ്യവുമില്ല. അത് കയ്യിലിരിക്കട്ടെ, വലിയൊരു വിദ്യയല്ലേ ഇത്, കയ്യിലിരിക്കട്ടെ. അത് ആ അറിവ് നല്ലതാണ്, അത് പ്രയോജനപ്പെടും. അപ്പോൾ അത് വേണ്ട ഇല്ലേ? അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അങ്ങടിലിരിക്കുന്ന ചക്രായുധമുണ്ടല്ലോ, അത് എനിക്കിതാ എന്ന് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം. ആയുധങ്ങൾ എവിടെ കണ്ടാലും സംഭരിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് ചില പ്രകൃതങ്ങൾ ഉണ്ടായാലും, ചെടികൾ എവിടെ കണ്ടാലും അത് ഞൊട്ടിക്കൊണ്ട് പോരും. ഓ, ഈ ചെടി എൻ്റെ കമ്പൊടിച്ചു കൊടുത്തു. അപ്പോൾ അത് നട്ടു വളർത്തിയവനിങ്ങനെ ഹൃദയവേദനയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിചയത്തിൻ്റെ പേരിലൊന്നും ഉണ്ടായിരുന്നു നിവൃത്തിയില്ല, അത് ഞൊട്ടി അവിടെ നിന്നു. അപ്പോൾ എവിടെ ചെന്നാലും ചെടി സംഭരിക്കുക. അങ്ങനെയുണ്ട് ചില ആളുകൾ. പക്ഷികളെ സംഭരിച്ചുകൊണ്ടൊന്ന് വളർത്തുക, അങ്ങനെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൗതുകം ആയുധങ്ങൾ സംഭരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിലാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ചക്രായുധം ചോദിക്കത്തക്ക വിധത്തിൽ ഉച്ഛൃംഖലനായിരുന്നു അക്കാര്യത്തിൽ അശ്വത്ഥാമാവ്. അതുകൊണ്ട് വളരെ കാലം ഇത് കൊടുക്കാതിരുന്നു. പക്ഷേ ശല്യം ചെയ്ത് മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അശ്വത്ഥാമാവിനും ഇത് കൊടുത്തിരുന്നു. ഒരുപക്ഷെ ഗുരുവിൻ്റെ പൂർണ്ണ തൃപ്തിയില്ലാതെ വാങ്ങിയത് കൊണ്ടാവാം ഇത് ലോകം നശിച്ചാലും ഇത് ഉപയോഗിക്കുന്നുള്ള ഒരു ധാർഷ്ട്യത്തിലേക്ക് അശ്വത്ഥാമാവനെ. തൃപ്തി ഇല്ലാത്തതുകൊണ്ടല്ല, അശ്വത്ഥാമാവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പോൾ ഇദ്ദേഹം തൃപ്തിയോട് തന്നെ കൊടുത്തു എന്നിരിക്കട്ടെ, എന്നാലും അശ്വത്ഥാമാവ് അത് ഉപയോഗിക്കും സന്ദർഭം വരുമ്പോൾ. അക്കാര്യത്തിൽ യാതൊരു നിഷ്ഠയുമില്ല. വേദങ്ങൾ അധ്യയനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. വേദാധ്യയനം ചെയ്ത് മനഃപ്പാകം വന്നവരെ മാത്രമേ ആയുധവിദ്യ പഠിപ്പിക്കാവൂ എന്നാണ് നിയമം. വേദാധ്യയനം ചെയ്തിട്ട് മനസ്സിൽ നിന്ന് ശത്രുത പോയ ആളുകളുണ്ട്. വ്യക്തിയോടല്ല ശത്രുത വരേണ്ടത്, പിന്നെ എന്താണ്? ആ വ്യക്തിയിൽ അന്തർനിഹിതമായിരിക്കുന്ന അധർമ്മത്തോടാണ്. ഒരു വ്യക്തിയോട് ശത്രുത പുലർത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ വ്യക്തിയിൽ അന്തർനിഹിതമായ അധർമ്മം ഇല്ലാതെയാകുമെങ്കിൽ ആ വ്യക്തി അപ്പോൾ തന്നെ മിത്രമായി. അധർമ്മം പോയാൽ അയാൾ സ്വീകാര്യനായി. ഇതങ്ങനെയല്ല. എല്ലാവരെയും മുൻകൂട്ടി ശത്രുവായി കാണുന്ന സ്വഭാവം, മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നത് എനിക്കെതിരാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. പിന്നെ പ്രതികാരത്തിൻ്റെ
ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെ നിത്യമായ പ്രതീകമായി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാവുന്നതാണ്. വലിയ പ്രതികാരമാണ്. പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണകുമാരന് അങ്ങനെ ഒരു പ്രതികാരം വരാൻ പാടില്ല. അപ്പോൾ ആയുധങ്ങൾ എവിടെ കണ്ടാലും ഇദ്ദേഹം അത് സ്വീകരിക്കാൻ സന്നദ്ധനാണ്. കൃഷ്ണനോട് നേരെ ചെന്ന് ചക്രായുധം ചോദിച്ചാൽ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അങ്ങോട്ടൊരു സൗജന്യം വാഗ്ദാനം ചെയ്തത്. കൃഷ്ണൻ ഇദ്ദേഹം വരുമെന്നും ഇതൊക്കെ പറയുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ത്രികാല ജ്ഞാനം കൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയാണ് അവിടെ ചെന്ന് ചക്രായുധം ചോദിക്കുന്നത്. അത് കൊടുത്തില്ല. അത് തരില്ല എന്ന് പറയാൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട്. ഞാനൊരു പകുതി തരാൻ ചക്രായുധത്തിൻ്റെ എന്ന് പറഞ്ഞില്ല. ഈ ആതിഥ്യ മര്യാദയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിഷമിച്ച ആളുകൾക്ക് ചില സൗജന്യങ്ങൾ ചെയ്യില്ല. അങ്ങനെ വിഷമിച്ച് സൗജന്യം ചെയ്യുന്ന പ്രകൃതമല്ല കൃഷ്ണൻ്റേത്. തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. വലിയ അടുപ്പമാണ് താനും. ദ്രോണരോട് വലിയ ബഹുമാനം, അശ്വത്ഥാമാവിനോട് വലിയ ബഹുമാനം. എതിരെ ചെന്ന് എഴുന്നേറ്റ് നിന്ന് എതിരേറ്റ് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ അതൊക്കെ കഥയിൽ ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ കാല് കഴുകുകയും രുക്മിണിയെ വിളിച്ച് പരിചയപ്പെടുത്തുകയും തൻ്റെ തന്നെ ആടിക്കൊണ്ടിരുന്ന സപ്രപഞ്ചക്കട്ടിലിൽ ഇദ്ദേഹത്തെ ഇരുത്തി കാല് കഴുകിയ വെള്ളം എല്ലാവരെയും കൊണ്ടുവന്ന് തളിച്ച് അശുദ്ധാക്കി അവിടെ മുഴുവനും. അങ്ങനെയാണ് ഇത് പുണ്യ തീർത്ഥമാണെന്നാണ് കാല് കഴുകുന്ന വെള്ളം നമ്മുടെ ഒരു സങ്കല്പം. കൃഷ്ണനത് ചെയ്തു. അശ്വത്ഥാമാവിൻ്റെ കാല് കഴുകുക. ഈ കുചേലൻ്റെ കാല് കഴിയുന്ന കഥയിലുണ്ടല്ലോ, അതുപോലെ അതിനൊന്നും ഒരു മടിയുമില്ല. അപ്പോൾ ഇതാണ് അശ്വത്ഥാമാവിൻ്റെ പ്രകൃതം. ആയുധങ്ങളോടുള്ള ഒരു കമ്പം, ആയുധങ്ങളോടുള്ള ഭ്രമം, വേദം പഠിക്കാതിരിക്കലും, വേദാധ്യയനം എന്ന് പറയുന്ന നിർബന്ധിതമായ അനുഷ്ഠാനക്രമം പാലിക്കാതിരിക്കുക, ആയുധങ്ങൾ അന്വേഷിച്ച് നടക്കുക, എന്നിട്ട് കർണനെയും ദുര്യോധനനെയും കൂട്ടുപിടിക്കുക ഓരോ കാര്യത്തിനും, ശകുനിയോട് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുക സൗകര്യം കിട്ടുമ്പോഴെല്ലാം. അവിടെ നിന്നെല്ലാം എന്തായിരിക്കും കിട്ടുക? ശകുനിയോട് സംസാരിച്ചാൽ എന്തായിരിക്കും ആ സംസാരിക്കുന്ന ആളിന് സംഭവിക്കാൻ പോകുന്നത്? സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം ദൂഷിതമാകും. കാരണം ദുഷ്ടതയുടെ ഒരു റിസർവ് ബാങ്കാണ് ശകുനി. താമസിക്കേണ്ടാത്തടത്ത് വന്ന് താമസിക്കുകയാണ്. സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തടത്ത് പോയി ആരെങ്കിലും താമസിക്കുക, വല്ലപ്പോഴൊരിക്കൽ അവിടെ ചെന്നിട്ട് പോരുക എന്നുള്ളതല്ലാതെ അപമാനിതനായി വേണം അവിടെ താമസിക്കാൻ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ധൃതരാഷ്ട്ര ഇദ്ദേഹത്തെ അപമാനിക്കുന്നുണ്ട്. ശകുനിയെ വിളിച്ച് പറയാൻ നീയാണ് എൻ്റെ മകനെ ചീത്തയാക്കുന്നത്. അദ്ദേഹം വളരെ ശാന്തമായി ചിരിച്ചു കൊണ്ട് നിന്ന് കേൾക്കും, മറുപടി പോലും പറയില്ല. അങ്ങനെയാണ് ധൃതരാഷ്ട്ര അദ്ദേഹം കരുതിയിരിക്കുന്നത്. എന്താണ്? ആ ധൃതരാഷ്ട്രക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ തൻ്റെ കൈവശം ഇരിക്കുകയാണ്. താൻ ചലിപ്പിക്കുന്നതനുസരിച്ച് അവൻ ചലിക്കും. അപ്പോൾ ഈ കിളവൻ കണ്ണുപൊട്ടൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നാണ് ശകുനിയുടെ വിചാരം. ശകുനി നല്ല പഠനത്തിന് വിധേയമാക്കാവുന്നൊരു കഥാപാത്രമാണ്. അതായത് ദുഷ്ടതയുടെ പ്രധാന വിധാനങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്ന് ശകുനിയെ നോക്കി പഠിക്കണം എന്നാണ്.